കൂരാച്ചുണ്ട് ഒരു കുടിയേറ്റ പ്രദേശമാണ്. മണ്ണിൻ്റെ മനസ്സറിഞ്ഞ് മണ്ണിൽ പൊന്നു വിളയിച്ച മനുഷ്യരുടെ വളർച്ചയുടെ അടയാളങ്ങളാണ് ഇന്ന് നാം കാണുന്ന കൂരാച്ചുണ്ട്. നാനാജാതി മതസ്ഥർ തികഞ്ഞ മതസൗഹാർദ്ദത്തോടെ ജീവിക്കുന്ന ഈ പ്രദേശത്തേക്ക് കുടിയേറ്റം നടക്കുന്നത് 1940കളിലാണ്. പിന്നീട് കൂടുതൽ ആളുകൾ ഈ കിഴക്കൻ മലയോര പ്രദേശത്തേക്ക് എത്തിത്തുടങ്ങി. പുത്തൻ മണ്ണിനെ പരുവപ്പെടുത്തി അന്നം കണ്ടെത്തുവാനുള്ള അധ്വാനത്തിനിടയിലും തങ്ങളുടെ മക്കളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ കുടിയേറ്റ പിതാക്കന്മാർക്ക് വലിയ ചിന്തയുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ പള്ളിക്കൊപ്പം പള്ളിക്കൂടവുമെന്ന നവോത്ഥാന ചിന്തയുടെ സാക്ഷാത്കാരമാണ് സെന്റ് തോമസ് യു പി സ്കൂൾ. കുടിയേറ്റക്കാരുടെ മക്കൾക്കായി ആരംഭിച്ച ഈ പള്ളിക്കൂടം പിന്നീട് ഈ നാടിനാകെ വെളിച്ചമായി മാറി. ഈ വിധത്തിലുള്ള വിദ്യാലയത്തിന്റെ വളർച്ചയിൽ കുടിയേറ്റ ജനതയുടെ ത്യാഗത്തിൻ്റെയും കഠിനാധ്വാനത്തിൻ്റെയും തീക്ഷ്ണമായ ചരിത്രമുണ്ട്. 1948 ഏപ്രിൽ 5 1 മുതൽ 5 വരെ ക്ലാസുകളുമായി ആരംഭിച്ച് പിന്നീട് യു പി സ്കൂളായി ഉയർത്തപ്പെട്ട ഈ വിദ്യാലയത്തിൻ്റെ 76ാം വാർഷികാഘോഷ യാത്രയപ്പ് സമ്മേളനത്തിലാണ് നാം സംബന്ധിച്ചുകൊണ്ടിരിക്കുന്നത്. 75 വർഷങ്ങൾ പിന്നിടുവാൻ കൃപ തന്ന സർവശക്തനായ ദൈവത്തിന് നന്ദി. ഈ സ്ഥാപനം തുടങ്ങുവാൻ അധ്വാനിച്ചവരെയും വിവിധ കാലഘട്ടങ്ങളിൽ ഇതിൻ്റെ വളർച്ചയിൽ ഭാഗമായവരെയും നന്ദിപൂർവ്വം സ്മരിച്ചുകൊണ്ട് ഈ അധ്യയന വർഷത്തിലെ പ്രവർത്തന റിപ്പോർട്ടിലേക്ക് കടക്കുന്നു. കഴിഞ്ഞ അധ്യയന വർഷത്തിൽ ഈ വിദ്യാലയത്തിൻ്റെ ഭാഗമായിരുന്ന ശ്രീമതി മില്ലി വി എമ്മിന് ഹെഡ്മാസ്റ്റർ തസ്തികയിലേക്കും ശ്രീമതി എലിസബത്ത് മാത്യുവിന് ഹൈസ്കൂൾ വിഭാഗത്തിലേക്കും സ്ഥാനക്കയറ്റം ലഭിച്ചു. കൂടാതെ സിസ്റ്റർ റൂബി പോൾ, സോണിയ അബ്രഹാം, ആനന്ദ് ജോസഫ്, നോബിൻ ജോസഫ് എന്നീ അധ്യാപകർക്ക് സ്ഥലം മാറ്റം ലഭിച്ചു. ഇവർക്ക് പകരം നിഷമോൾ എം, സിനോജ് കുര്യൻ, അഭിലാഷ് കെ ജെ, നവ്യശ്രീ ബി, അജോ ആന്റണി, സിസ്റ്റർ ബെറ്റി വി ജെ, അഞ്ജു എം എന്നീ അധ്യാപകർ ഈ അധ്യയന വർഷത്തിൽ ഈ വിദ്യാലയത്തിന്റെ ഭാഗമായി. സ്ഥിര നിയമനം അല്ലാത്ത ഒഴിവുകളിൽ ഈ അധ്യയന വർഷം സേവനം ചെയ്ത അധ്യാപകരായ അമൽ വിനോയ്, റിജിൻ ജോർജ്, ശില്പ ജോസ്, മാലു മോനിക്ക ജോസഫ്, അനുപമ കുര്യാക്കോസ്, അഞ്ജലി സോജൻ, അനീഷ് കെ ജോസ്, റിയ തോമസ്, സ്പോക്കൺ ഇംഗ്ലീഷ് അധ്യാപകരായ ടോണി, ജൂലിയ എന്നിവർക്ക് ഈ അവസരത്തിൽ ഹൃദയപൂർവ്വം നന്ദി. ജൂൺ 1 പഞ്ചായത്ത് തല പ്രവേശനോത്സവവും നവീകരിച്ച സ്കൂൾ ഓഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടനവും നടന്നു. നവാഗതരെ ആഘോഷമായി സ്വീകരിച്ചു. സ്കൂൾ മാനേജർ റവറൻ ഫാദർ വിൻസെന്റ് കണ്ടത്തിൽ, ജനപ്രതിനിധികൾ, മാതാപിതാക്കൾ, അധ്യാപകർ എന്നിവരുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രവേശനോത്സവം വർണ്ണാഭമായിരുന്നു. ജൂൺ 5 രാവിലെ 10 മണിക്ക് റാലിയോടുകൂടി പരിസ്ഥിതി ദിനാചരണത്തിന് തുടക്കമായി. വൃക്ഷത്തൈ നടൽ, പരിസ്ഥിതി ദിന സന്ദേശം, ഗാനം, നൃത്താവിഷ്കാരം, കുട്ടികൾക്കായി വിവിധ മത്സരങ്ങൾ എന്നിവ സംഘടിപ്പിച്ചു. ജൂൺ 19 രക്ഷിതാക്കൾക്കുള്ള പഠനോപകരണ നിർമ്മാണ ശില്പശാലയുടെ ഉദ്ഘാടനം നടന്നു. അന്നേ ദിവസം വായനാ ദിനം സമുചിതമായി സംഘടിപ്പിച്ചു. പുസ്തകങ്ങളും പ്ലക്കാർഡുകളുമായി വിദ്യാർത്ഥികൾ നടത്തിയ പുസ്തക റാലി ശ്രദ്ധേയമായി. വായനാ മത്സരം, ക്വിസ്, പുസ്തക പരിചയം തുടങ്ങി നിരവധി മത്സര പരിപാടികൾ വായനാ ദിനത്തിനെ അവിസ്മരണീയമാക്കി. ജൂൺ 22 ഈ അധ്യയന വർഷത്തിലെ PTA ജനറൽ ബോഡിയും ക്ലാസ് PTA യോഗങ്ങളും നടന്നു. ശ്രീ ജെയ്സൺ ജോസഫ് PTA പ്രസിഡന്റും ശ്രീമതി അമ്പിളി ബിനോയ് MBTA പ്രസിഡന്റായും തിരഞ്ഞെടുക്കപ്പെട്ടു. ഈ അധ്യയന വർഷം നടത്തിയ പാഠ്യേതര പ്രവർത്തനങ്ങൾക്ക് മാതാപിതാക്കൾ നൽകിയ നിർലോഭമായ പിന്തുണയ്ക്ക് ഈ അവസരത്തിൽ നന്ദി പറയുന്നു. ജൂലൈ 5 വിദ്യാലയത്തെ സംബന്ധിച്ച് സുപ്രധാനമായ ദിവസമായിരുന്നു. വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെയും മറ്റ് വിവിധ ക്ലബ്ബുകളുടെയും ഉദ്ഘാടനം അന്ന് നടന്നു. സ്കൂൾ മാനേജർ റവറൻ ഫാദർ വിൻസെന്റ് കണ്ടത്തിൽ ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ അധ്യാപകനും നാടൻപാട്ട് കലാകാരനുമായ ശ്രീ ജോസ് TG മുഖ്യാതിഥിയായിരുന്നു. തുടർന്ന് ബഷീർ ദിനാചരണം നടത്തി. ബഷീർ എന്ന കഥാകാരനെയും സാഹിത്യലോകത്ത് അദ്ദേഹത്തിന്റെ സംഭാവനകളെയും കുട്ടികൾ സദസ്സിന് പരിചയപ്പെടുത്തി. അനശ്വരങ്ങളായ ബഷീർ കഥാപാത്രങ്ങളുടെ ആവിഷ്കാരം ഏറെ ശ്രദ്ധേയമായി. ജൂലൈ 12 സ്കൂൾ തല പ്രവൃത്തി പരിചയമേള നടത്തി. കുട്ടികളുടെ പങ്കാളിത്തം മേളയെ ഗംഭീരമാക്കി മാറ്റി. ജൂലൈ 20 കൂരാച്ചുണ്ട് ഗ്രാമപഞ്ചായത്ത് വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ ആഭിമുഖ്യത്തിൽ പഞ്ചായത്തിലെ വിവിധ വിദ്യാലയങ്ങൾക്കായി
വായനാക്കുറിപ്പ് അവതരണ മത്സരം വായന സദസ് 2023 സെന്റ് തോമസ് യു പി സ്കൂൾ വേദിയായി. LP വിഭാഗത്തിൽ ഐറിൻ ജോഷിയും UP വിഭാഗത്തിൽ റിയ ട്രീസ റോയിയും ജേതാക്കളായി. ജൂലൈ 21 ജനാധിപത്യ രീതിയിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ ഉപയോഗിച്ച് സ്കൂൾ പാർലമെന്റ് ഇലക്ഷൻ നടത്തി. സ്കൂൾ ലീഡറായി 7D ക്ലാസ്സിലെ ഗൗതം കൃഷ്ണയും അസിസ്റ്റന്റ് ലീഡറായി 7Bയിലെ ആഗിൻ മരിയ ബിജുവും തിരഞ്ഞെടുക്കപ്പെട്ടു. അന്നേ ദിവസം തന്നെ ചാന്ദ്രദിനം വിപുലമായ രീതിയിൽ സംഘടിപ്പിച്ചു. റോക്കറ്റ് നിർമ്മാണം, ചാന്ദ്രദിന ക്വിസ് എന്നിങ്ങനെ വിവിധ പരിപാടികൾ നടത്തി. ജൂലൈ 27 വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ ആഭിമുഖ്യത്തിൽ വാങ്മയം ഭാഷാ പ്രതിഭാ പരീക്ഷ നടത്തി. LP വിഭാഗത്തിൽ ഐറിൻ ജോഷി, ഫാത്തിമ റിൻഹ എന്നിവരും UP വിഭാഗത്തിൽ ആഗിൻ മരിയ ബിജു, ഗ്രീറ്റി മരിയ ബെസ്ലിൻ എന്നിവരും വിജയികളായി. ജൂലൈ 28 അൽഫോൺസ ദിനം ആചരിച്ചു. ചിത്രരചന, പ്രച്ഛന്നവേഷം, പ്രസംഗം, അൽഫോൺസ സൂക്തം, ക്വിസ് എന്നിവ അൽഫോൺസ വാരാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചു. ആഗസ്റ്റ് 11 DCL കളർ ഇന്ത്യ മത്സരത്തിന് വിദ്യാലയം വേദിയായി. കുട്ടിച്ചിത്രകാരന്മാരുടെ സർഗരചനകളുടെ വൈവിധ്യം മത്സരത്തിന് മാറ്റുകൂട്ടി. ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനാഘോഷം പ്രൗഢഗംഭീരമായി നടത്തി. UP ഹയർ സെക്കൻഡറി വിഭാഗങ്ങൾ സംയുക്തമായിട്ടാണ് പരിപാടി സംഘടിപ്പിച്ചത്. JRC, സ്കൗട്ട്സ്, ഗൈഡ്സ് എന്നീ യൂണിറ്റുകളുടെ പരേഡ്, മാസ്റ്ററിൽ, നിശ്ചല ദൃശ്യം, ദേശഭക്തിഗാനം എന്നിങ്ങനെ വിവിധ പരിപാടികൾ ആഘോഷത്തിനെ ശ്രദ്ധേയമാക്കി. നമ്മുടെ ദേശീയ ഉത്സവമാണല്ലോ ഓണം. മതസാഹോദര്യവും സഹിഷ്ണുതയും നിലനിർത്തുന്നതിൽ ഇത്തരം ആഘോഷങ്ങൾക്ക് വലിയ പങ്കുണ്ട്. ഓഗസ്റ്റ് 25 ഓണാഘോഷ പരിപാടികൾ നടത്തി. വടംവലി, ഓണക്കളികൾ, ഓണം ബമ്പർ, രുചികരമായ ഓണസദ്യ എന്നിങ്ങനെ വൈവിധ്യമാർന്ന പരിപാടികൾ സംഘടിപ്പിച്ചു. സെപ്റ്റംബർ 5 സബ് ജില്ലാതല അധ്യാപക ദിനാഘോഷത്തിന് സെന്റ് തോമസ് UP സ്കൂൾ വേദിയായി. വിജ്ഞാന വീഥിയിൽ വഴിവിളക്കായ അധ്യാപക അനധ്യാപകരെ ഗുരുവന്ദനം എന്ന പേരിൽ ആദരിച്ചു. ബഹുമാനപ്പെട്ട പേരാമ്പ്ര AEO, സ്കൂൾ മാനേജർ, ജനപ്രതിനിധികൾ എന്നിവർ പങ്കെടുത്ത ചടങ്ങിൽ അധ്യാപകരുടെ കലാപരിപാടികളും അരങ്ങേറി. സെപ്റ്റംബർ 26, 27 തീയതികളിലായി സ്കൂൾ കായികമേളയും ഒക്ടോബർ 3, 4 തീയതികളിലായി സ്കൂൾ കലാമേളയും നടന്നു. വിവിധ ഹൗസുകളായി തിരിഞ്ഞ് വിദ്യാർത്ഥികൾ ആവേശപൂർവ്വം കലാകായികമേളകളിൽ പങ്കെടുത്തു. ഒക്ടോബർ 2 ഗാന്ധി ജയന്തി സമുചിതമായി ആചരിച്ചു. സ്കൗട്ട്, ഗൈഡ്സ്, JRC യൂണിറ്റുകളുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടികൾ സംഘടിപ്പിച്ചത്. നവംബർ 1 കേരളപ്പിറവി ആഘോഷിച്ചു. പ്രത്യേക അസംബ്ലി നടത്തി. അഭിനയഗാനം, പ്രസംഗം, ലഹരിവിരുദ്ധ നവകേരള സന്ദേശം, കേരളീയ ഗാനം എന്നിവയായിരുന്നു പ്രത്യേക പരിപാടികൾ. നവംബർ 14 ശിശുദിന പരിപാടികൾ സംഘടിപ്പിച്ചു. രാവിലെ 10:30 നഴ്സറി, LP വിഭാഗങ്ങളുടെ റാലി നടത്തി. ഈ വർഷത്തിലെ സ്കൂൾ പാർലമെന്റ് അംഗങ്ങൾ വേദി അലങ്കരിച്ച ഉദ്ഘാടന ചടങ്ങ് വേറിട്ട അനുഭവമായി. കുട്ടികളുടെ കലാപരിപാടികൾ ദിനാചരണത്തിന് ഭംഗി കൂട്ടി. കൂടാതെ ജാഗ്രതാ സമിതിയുടെ നേതൃത്വത്തിൽ ലഹരിവിരുദ്ധ റാലിയും സമ്മേളനവും നടത്തി. തുടർന്ന് പഞ്ചായത്ത് പരിസരത്ത് വെച്ച് ലഹരിവിരുദ്ധ നാടകവും അവതരിപ്പിച്ചു. ഡിസംബർ 22 ക്രിസ്മസ് ആഘോഷം നടത്തി. വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടെ നടത്തിയ ക്രിസ്മസ് കരോൾ വർണ്ണാഭമായിരുന്നു. തുടർന്ന് സ്കൂൾ അങ്കണത്തിൽ വെച്ച് കലാപരിപാടികളും കേക്ക് മുറിക്കലും നടത്തി. സ്കൂൾ മാനേജർ റവറൻ ഫാദർ വിൻസെന്റ് കണ്ടത്തിൽ ക്രിസ്മസ് സന്ദേശം നൽകി. ജനുവരി മാസത്തിൽ LP, UP വിഭാഗങ്ങൾക്കായി പഠനയാത്രകൾ സംഘടിപ്പിച്ചു. UP വിഭാഗം 2 ബസ്സുകളിലായി ജനുവരി 9 ആതിരപ്പള്ളി, വാഴച്ചാൽ, സിൽവർ സ്റ്റോം എന്നിവിടങ്ങളിലേക്കും LP വിഭാഗത്തിലെ 3, 4 ക്ലാസുകൾ ജനുവരി 17 വയനാട് വൈത്തിരി പാർക്കിലേക്കും 1, 2 ക്ലാസുകൾ കരിയാത്തുംപാറ അഗ്രോ പാർക്കിലേക്കുമാണ് പഠനയാത്രകൾ നടത്തിയത്. വിദ്യാലയത്തിലെ JRC യൂണിറ്റിന്റെ പ്രവർത്തനങ്ങൾ മാതൃകാപരമായി തുടർന്നുപോരുന്നു. ബഡ് സ്കൂൾ, ഓൾഡ് ഏജ് ഹോം സന്ദർശനങ്ങൾ, വിവിധ മത്സര പരിപാടികൾ, ലഹരിവിരുദ്ധ പരിപാടികൾ, സേവനവാര പ്രവർത്തനങ്ങൾ തുടങ്ങി സ്കൂളിന്റെ പൊതുവായ പ്രവർത്തനങ്ങളിൽ JRCയുടെ ഇടപെടൽ സജീവമാണ്. വിദ്യാലയത്തിൽ സ്കൗട്ട് യൂണിറ്റ് പ്രവർത്തനം ആരംഭിച്ചു. അച്ചടക്കവും മൂല്യബോധവും കുട്ടികളിൽ രൂപപ്പെടുവാൻ തക്ക വിധത്തിലുള്ള നിരവധി പരിപാടികളാണ് നടപ്പിലാക്കി വരുന്നത്. പ്രത്യേക ക്യാമ്പുകൾ ഇതിന്റെ ഭാഗമായി സംഘടിപ്പിച്ചു.
അടുത്ത വർഷം നടക്കുവാനുള്ള ദ്വിതീയ സോപാൻ പരീക്ഷകൾക്ക് ആവശ്യമായ പരിശീലനങ്ങൾ നൽകി വരുന്നു. ഫെബ്രുവരി 3 ഈ അക്കാദമിക വർഷം കുട്ടികൾ ആർജിച്ച പഠന നേട്ടങ്ങളുടെ അവതരണമായ പഠനോത്സവം സംഘടിപ്പിച്ചു. കുട്ടികൾ പഠന നേട്ടങ്ങൾ അവതരിപ്പിച്ചു. ഇതിനോടൊപ്പം ഇംഗ്ലീഷ്, മാത്സ്, സയൻസ്, സോഷ്യൽ സയൻസ് ഫെസ്റ്റുകളും അന്നേ ദിവസം നടത്തി. മറ്റ് പ്രധാന പ്രവർത്തനങ്ങൾ: സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾ. ഇംഗ്ലീഷ് ഭാഷ ലളിതമായി അഭ്യസിക്കുക, ഭാഷയിൽ പ്രാവീണ്യം വർദ്ധിപ്പിക്കുക എന്നീ ലക്ഷ്യങ്ങളോടെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾ നടത്തിവരുന്നു. ക്ലാസ് റൂമിന് പുറത്ത് ഫീൽഡ് ട്രിപ്പുകൾ, പ്രത്യേക ഇംഗ്ലീഷ് ഫെസ്റ്റുകൾ തുടങ്ങിയ പരിപാടികൾ ഇതിന്റെ ഭാഗമായി തുടർന്നുവരുന്നു. ഇംഗ്ലീഷിൽ അവഗാഹമുള്ള 2 ഉത്തരേന്ത്യൻ അധ്യാപകരാണ് ക്ലാസുകൾ കൈകാര്യം ചെയ്യുന്നത്. ഈ പ്രവർത്തനത്തിനാവശ്യമായ പൂർണ്ണ പിന്തുണ നൽകി വരുന്ന താമരശ്ശേരി രൂപത കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ ഏജൻസിക്ക് ഈ അവസരത്തിൽ നന്ദി പറയുന്നു. ഇൻഡോർ പ്ലാന്റ് കളക്ഷൻ. പ്രകൃതിയെ അറിഞ്ഞ് കുട്ടികൾ വളരുക എന്ന ലക്ഷ്യത്തോടെ നല്ല പാഠം ക്ലബിന്റെ നേതൃത്വത്തിൽ ഇൻഡോർ പ്ലാന്റ് കളക്ഷൻ എന്ന പ്രോജക്റ്റ് നടപ്പിലാക്കി. കുട്ടികൾക്ക് മാനസിക ഉല്ലാസവും ക്ലാസ് റൂമുകൾക്ക് ഹരിതഭംഗിയും ഇതിലൂടെ സാധ്യമായി. പച്ചക്കറിത്തോട്ടം. വിദ്യാലയത്തിലെ JRC സ്കൗട്ട് ഗൈഡ്സ് യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ തുടങ്ങിയ പച്ചക്കറി കൃഷി വിജയകരമായിരുന്നു. വിദ്യാലയമുറ്റത്തും വളപ്പിലുമായി വിവിധ ഇനം പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കുന്നു. ഉച്ചഭക്ഷണ പദ്ധതിയിൽ ഉൾപ്പെടുത്തുവാൻ കഴിയുന്ന വിധത്തിൽ വിളവുകൾ ഇതിലൂടെ ലഭിച്ചുകൊണ്ടിരിക്കുന്നു. മണ്ണിൽ അധ്വാനിക്കുവാനുള്ള ശീലം വളർത്തുവാനും കൃഷിയോടുള്ള കുട്ടികളുടെ ആഭിമുഖ്യം കൂട്ടുവാനും ഈ പ്രവർത്തനത്തിലൂടെ സാധിക്കുന്നുണ്ട്. ജന്മദിനത്തിൽ സ്കൂളിനൊരു പുസ്തകം. വായന മരിക്കുന്നു എന്നൊരു പല്ലവി നാം കേൾക്കാൻ തുടങ്ങിയിട്ട് കുറച്ചു കാലമായല്ലോ. ഈ സാഹചര്യത്തിലാണ് സെന്റ് തോമസ് UP സ്കൂളിലെ കുട്ടികൾ ഈ കാര്യത്തിൽ മാതൃകയാവുന്നത്. തങ്ങളുടെ ജന്മദിനത്തിൽ ക്ലാസ്, സ്കൂൾ ലൈബ്രറികളിലേക്ക് പുസ്തകങ്ങളാണ് അവർ സമ്മാനമായി നൽകാറുള്ളത്. സജീവമായ ക്ലാസ് റൂം ലൈബ്രറി പ്രവർത്തനങ്ങൾ നടത്തുവാൻ ഇതിലൂടെ സാധിക്കുന്നു. എൻറിച്ച് പ്രോഗ്രാംസ്. പഠന വൈകല്യമുള്ളവരെയും പിന്നോക്കം നിൽക്കുന്നവരെയും കണ്ടെത്തി അവർക്കാവശ്യമായ പിന്തുണ നൽകി വരുന്നു. BRC പ്രതിനിധി ഷാലിമ ടീച്ചർ ആഴ്ചയിൽ 3 ദിവസം വിദ്യാലയത്തിലെത്തി ഇത്തരം വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ പരിഹാരബോധനവും പ്രോത്സാഹനവും നൽകുന്നു. ദേശീയ ആരോഗ്യ മിഷൻ നടപ്പിലാക്കി വരുന്ന രാഷ്ട്രീയ ബാല സ്വാസ്ഥ്യ കാര്യക്രം സെന്റ് തോമസ് UP സ്കൂളിലും തുടർന്നുവരുന്നു. 18 വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ സാധാരണയായി കണ്ടുവരുന്ന 30 ആരോഗ്യ പ്രശ്നങ്ങളെ നേരത്തെ കണ്ടെത്തുവാനുള്ള വിദഗ്ധ പരിശോധനയും പരിചരണവും ഈ പദ്ധതിയിലൂടെ നടപ്പിലാകുന്നു. RBS നഴ്സ് ശ്രീമതി ശ്രീവിദ്യ M ആഴ്ചയിൽ 2 ദിവസം വിദ്യാലയത്തിലെത്തി സേവനം ചെയ്യുന്നു. ബോധവൽക്കരണ പരിപാടികൾ. ലഹരി വിരുദ്ധ വ്യക്തിത്വ വികസന ക്ലബിന്റെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ചു. സമൂഹത്തെ സാരമായി ബാധിക്കുന്ന ഏറ്റവും വലിയ വിപത്തായ ലഹരിയുടെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് പൊതുസമൂഹത്തിന് ബോധ്യം നൽകുന്ന പരിപാടികൾ നടത്തി. LP UP വിഭാഗം കുട്ടികളെ ഉൾപ്പെടുത്തി കുട്ടിച്ചങ്ങല സംഘടിപ്പിച്ചു. ലഹരിക്കെതിരെയുള്ള സന്ദേശം നൽകിക്കൊണ്ട് കുട്ടികൾ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ചിത്രരചന നടത്തി. മെഡിക്കൽ ക്യാമ്പ്. നല്ല പാഠം ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ കോഴിക്കോട് മിംസ് ഹോസ്പിറ്റലിന്റെ നേതൃത്വത്തിൽ വിദ്യാലയത്തിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഒക്ടോബർ 9 മുതൽ 13 വരെ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. കുട്ടികളുടെ ആരോഗ്യ കാര്യങ്ങളിൽ വ്യക്തമായ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും ആരോഗ്യ വിദഗ്ധർ കുട്ടികളുമായി പങ്കുവച്ചു. ജാഗ്രതാ സമിതി. 2023-24 അധ്യയന വർഷത്തിലെ സ്കൂൾ ജാഗ്രതാ സമിതിയുടെ പ്രവർത്തനങ്ങൾ ഊർജിതമായി തുടർന്നുപോരുന്നു. ശാരീരികവും മാനസികവുമായ വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾക്കായി കൗൺസിലിംഗ്, ലൈംഗിക വിദ്യാഭ്യാസം, സെൽഫ് അവെയർനെസ്, അച്ചടക്കം, ശുചിത്വം എന്നീ മേഖലകളിൽ ജാഗ്രതാ സമിതി ശ്രദ്ധ ചെലുത്തുന്നു. ആരോഗ്യ പോലീസ് സേവന രംഗത്തുള്ളവരുടെ ക്ലാസുകൾ, വീഡിയോ പ്രദർശനങ്ങൾ, ജാഗ്രതാ അസംബ്ലി എന്നിവ നടത്തിവരുന്നു. ഈ അധ്യയന വർഷത്തിലെ പ്രധാന നേട്ടങ്ങൾ: ഗ്രാമീണ മേഖലകളിലെ പ്രതിഭാധനരായ വിദ്യാർത്ഥികൾക്ക് ഉന്നത ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം ഉറപ്പാക്കുന്ന ജവഹർ നവോദയ വിദ്യാലയത്തിലേക്ക് സനിക ശശി, ആരോൺ ഷിജോ എന്നിവർക്ക് പ്രവേശനം ലഭിച്ചു. 2023 പ്രസിദ്ധീകരിച്ച LSS USS പരീക്ഷകളുടെ ഫലം വിദ്യാലയത്തിന് ആഹ്ലാദം പകർന്നു. 10 പേർ LSSഉം 5 പേർ USSഉം കരസ്ഥമാക്കി. LSS നേടിയവർ: ഡിയോൺ സ്കറിയ സുബിൻ, അലീഫ് സമൻ ഹാഷിം, ആദിൽ അഫ്നാൻ, ത്വയ്ബ ഫാത്തിമ.
അനൻ ചെറിയാൻ അജി, ഡിയോൺ സജി, ഹാദിയ ഹന്ന, ഡെനിൻ ജോൺ ബിജു, ആൻ മേരി രാകേഷ്, ഇവാന മരിയ. USS നേടിയവർ ബെല്ല ബെന്നി, ജുൽഗ ഫാത്തിമ, നിരഞ്ജന ബിനു, ആൻ റോസ്, അർജുൻ CK. 2 പേർ സംസ്കൃത സ്കോളർഷിപ്പ് കരസ്ഥമാക്കി. ശിവദ് ശശി, നിയ NK. സംസ്ഥാന ഉറുദു സ്കോളർഷിപ്പ് 2 പേർ കരസ്ഥമാക്കി. ഹിബ ഫാത്തിമ, ഹുസ്ന ഫാത്തിമ. അറബിക് അക്കാദമിക് അവാർഡ് 2024 ജില്ലാതല മത്സരത്തിൽ മുഹമ്മദ് നിഹാൽ, നാജി മുഹ്സിൻ, ഫാത്തിമ റിൻഹ എന്നിവർ വിജയികളായി. വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച കോഴിക്കോട് ജില്ലാ സർഗോത്സവം കാവ്യാലാപനത്തിൽ ആൻഡ്രിസ അജയ് 1ാം സ്ഥാനം കരസ്ഥമാക്കി. ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ സംസ്കൃത ഗാനാലാപനം, സംസ്കൃത പദ്യം ചൊല്ലൽ എന്നീ ഇനങ്ങളിൽ ഡിയോൺ ദേവസ്യ A ഗ്രേഡ് കരസ്ഥമാക്കി. പേരാമ്പ്ര ഉപജില്ലാ പ്രവൃത്തി പരിചയമേളയിൽ LP UP വിഭാഗങ്ങളിൽ സെന്റ് തോമസ് UP സ്കൂൾ 2nd ഓവറോൾ കിരീടം നേടി. UP വിഭാഗം വിജയികൾ: നിരഞ്ജന ശശിധരൻ, വുഡ് കാർവിംഗ് 2nd വിത്ത് A ഗ്രേഡ്. ഗ്രീറ്റി മരിയ ബെസ്ലിൻ, ത്രെഡ് പാറ്റേൺ 1st വിത്ത് A ഗ്രേഡ്. ഏബിൾ കുര്യൻ ജോബി, ബീഡ്സ് വർക്ക് 2nd വിത്ത് A ഗ്രേഡ്. അലൻ ജോസഫ്, പ്രൊഡക്റ്റ് വിത്ത് പാം ലീവ്സ് 2nd വിത്ത് A ഗ്രേഡ്. ഇവാന മരിയ, വെജിറ്റബിൾ പ്രിന്റിംഗ് 3rd വിത്ത് A ഗ്രേഡ്. ആൻ മേരി രാജേഷ്, എംബ്രോയിഡറി 3rd വിത്ത് A ഗ്രേഡ്. തേജലക്ഷ്മി PS, സ്റ്റഫ്ഡ് ടോയ്സ് 2nd വിത്ത് A ഗ്രേഡ്. ക്രിസ്റ്റി ബെസ്ലിൻ, ചോക്ക് മേക്കിംഗ് 3rd വിത്ത് A ഗ്രേഡ്. LP വിഭാഗം വിജയികൾ: മുഹമ്മദ് ഇഷാം, ക്ലേ മോഡലിംഗ് 1st വിത്ത് A ഗ്രേഡ്. സലാഹുദ്ദീൻ അയൂബി, വെജിറ്റബിൾ പ്രിന്റിംഗ് 1st വിത്ത് A ഗ്രേഡ്. മരിയ MS, പേപ്പർ ക്രാഫ്റ്റ് 1st വിത്ത് A ഗ്രേഡ്. അയന മേരി അനൂപ്, വോളിബോൾ നെറ്റ് മേക്കിംഗ് 2nd വിത്ത് A ഗ്രേഡ്. ശിവദ് ശശി, എംബ്രോയിഡറി 3rd വിത്ത് A ഗ്രേഡ്. ശിവനന്ദ PR, സ്റ്റഫ്ഡ് ടോയ്സ് 2nd വിത്ത് A ഗ്രേഡ്. സബ് ജില്ലാ സ്കൂൾ കലാമേളയിൽ UP വിഭാഗത്തിൽ 74 പോയിന്റ് നേടി വിദ്യാലയം മികച്ച പ്രകടനം കാഴ്ചവെച്ചു. വിജയികൾ: അയന മേരി അനൂപ്, LP വിഭാഗം ഭരതനാട്യം 3rd വിത്ത് A ഗ്രേഡ്. UP വിഭാഗം ഇംഗ്ലീഷ് സ്കിറ്റ് 2nd വിത്ത് A ഗ്രേഡ്. സംഘഗാനം UP 2nd വിത്ത് A ഗ്രേഡ്. ഐവിൻ അന്ന മനു, LP വിഭാഗം ഇംഗ്ലീഷ് അഭിനയഗാനം 3rd വിത്ത് A ഗ്രേഡ്. മുഹമ്മദ് നിദാൻ, അറബിക് മോണോ ആക്ട് 2nd വിത്ത് A ഗ്രേഡ്. മരിയ ഡിയോണ, തമിഴ് പദ്യംചൊല്ലൽ 1st വിത്ത് A ഗ്രേഡ്. ഡിയോൺ ദേവസ്യ, സംസ്കൃത ഗാനാലാപനം, സംസ്കൃത പദ്യംചൊല്ലൽ 1st വിത്ത് A ഗ്രേഡ്. കായികമേളകളിൽ വിദ്യാലയം മികച്ച പ്രകടനമാണ് ഈ അധ്യയന വർഷത്തിൽ കാഴ്ചവെച്ചത്. പഞ്ചായത്ത് കായികമേളയിൽ LP വിഭാഗം റണ്ണേഴ്സ് അപ്പ്. മുഹമ്മദ് ഹർഷദ്, ആയിഷ മെഹ്റിൻ എന്നിവർ വ്യക്തിഗത ചാമ്പ്യന്മാരായി. സബ് ജില്ലാ കായികമേളയിൽ സാലസ് സാബു ഹൈജമ്പിൽ 3ാം സ്ഥാനം കരസ്ഥമാക്കി. ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയുള്ള BRC തല ഇൻക്ലൂസീവ് കായികമേളയിൽ ധ്യാൻദേവ്, മുഹമ്മദ് മിൻഹാജ് എന്നിവരും ജില്ലാതലത്തിൽ വൈശാഖ് ജ്യോതിഷും പങ്കെടുത്തു. ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് ദ്വിതീയ സോപാൻ വിജയികൾ: ആഗിൻ മരിയ ബിജു, അനന്യ CP, ഷാരോൺ മിഖായൽ, നജ ഫാത്തിമ, ആഞ്ചലീന മെറിൻ ജോബി, റിധ ഫാത്തിമ. ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് സബ് ജില്ലാതല മത്സരത്തിൽ ആഞ്ചലീന മെറിൻ ജോബി പെൻസിൽ ഡ്രോയിങ്ങിൽ 3ാം സ്ഥാനവും ഫാത്തിമത്ത് സഹീദ കാർട്ടൂണിൽ 2ാം സ്ഥാനവും കരസ്ഥമാക്കി. ക്വിസ് മത്സരത്തിൽ നജ ഫാത്തിമ സബ് ജില്ലയിൽ 2ാം സ്ഥാനവും ജില്ലാതലത്തിൽ 1ാം സ്ഥാനവും കരസ്ഥമാക്കി. ഈ വർഷത്തെ വാർഷികാഘോഷങ്ങൾക്കൊപ്പം 2 അധ്യാപകരുടെ യാത്രയയപ്പും നടക്കുകയാണ്. പ്രിയ റോസ്ലിൻ ടീച്ചർ, ബീന ടീച്ചർ, നിങ്ങളിലൂടെ താമരശ്ശേരി രൂപത കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ ഏജൻസിക്കും സെന്റ് തോമസ് UP സ്കൂളിനും ലഭിച്ച നന്മകൾക്ക് ഹൃദയം നിറഞ്ഞ നന്ദി. 2 പേർക്കും കൈമുതലായുള്ള ചുറുചുറുക്കും ഊർജ്ജസ്വലതയും വിരമിച്ചതിന് ശേഷവും നിലനിർത്തുവാൻ സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. സെന്റ് തോമസ് UP സ്കൂൾ അതിൻ്റെ ചരിത്രപരമായ ദൗത്യം തുടരുകയാണ്. രക്ഷാധികാരി അഭിവന്യ മാർ റെമിജിയോസ് ഇഞ്ചനാനിയിൽ പിതാവ്, കോർപ്പറേറ്റ് മാനേജർ റവറൻഡ് ഫാദർ ജോസഫ് വർഗീസ് പാലക്കാട്ട്, സ്കൂൾ മാനേജർ
റവറൻ ഫാദർ വിൻസെന്റ് കണ്ടത്തിൽ എന്നിവരുടെ നേതൃത്വവും ഉപദേശവും ഈ ദൗത്യ നിർവഹണത്തിന് ഊർജം പകരുന്നു. മതനിരപേക്ഷതയും സാഹോദര്യവും സഹിഷ്ണുതയും പൊതുസമൂഹത്തിൽ ഊട്ടിയുറപ്പിക്കുന്നതിൽ പൊതുവിദ്യാലയങ്ങൾ തുടർന്നു പോരുന്ന സേവനം അവർണ്ണനീയമാണ്. ഭാവി ഇന്ത്യയെ കെട്ടിപ്പടുക്കുന്നതിലും ഉത്തരവാദിത്ത ബോധമുള്ള ഒരു തലമുറയെ സൃഷ്ടിക്കുന്നതിലും തന്നിൽ അർപ്പിക്കപ്പെട്ട ചുമതലകൾ നിറവേറ്റിക്കൊണ്ട് സെന്റ് തോമസ് യു പി സ്കൂൾ കൂരാച്ചുണ്ട് അതിൻ്റെ സേവന തപസ്യ തുടരുക തന്നെ ചെയ്യും. റിപ്പോർട്ട് ചുരുക്കുന്നു. ഏവർക്കും നന്ദി.